ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് വെറും മണിക്കൂറുകൾ മാത്രമാണ്. 9-ാം തീയതി രാവിലെ മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ എളുപ്പം ജയിക്കാമെന്ന ചിന്തയിലായിരുന്നു ബി.ജെ.പി നിന്നത്. എന്നാൽ ദിനം പ്രതി അവരുടെ ആത്മവിശ്വാസത്തിന് മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വലിയ രീതിയിൽ വോട്ടിംഗിൽ അട്ടിമറി നടക്കുമോ എന്ന് ബി.ജെ.പി ഭയന്നു തുടങ്ങിയിരിക്കുകയാണ്. പാർലമെന്റിലാകെ 783 എംപിമാരിൽ എൻ.ഡി.എക്ക് 422 പേരും പ്രതിപക്ഷത്ത് 320 പേരുമാണ് നിലവിലുള്ളത്. ബിജു ജനതാദൾ, ബി.ആർ.എസ് എന്നീ കക്ഷികൾ നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പാർട്ടികൾ തത്വത്തിൽ പ്രതിപക്ഷത്താണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ബി.ജെ.ഡി, ബി.ആർ.എസ് എന്നീ കക്ഷികളിൽ നിന്നടക്കമുള്ള 18 എംപിമാർ നിലപാട് വ്യക്തമാക്കാത്തതിനാൽ ക്രോസ് വോട്ടിംഗ് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. പാർട്ടി നിലപാടുകളിൽ എംപിമാർ വോട്ട് ചെയ്താൽ ആകെയുള്ള 781 വോട്ടുകളിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.പി. രാധാകൃഷ്ണന് 439 വോട്ടും പ്രതിപക്ഷ സ്ഥാനാർത്ഥി ബി. സുദർശൻ റെഡ്ഡിക്ക് 324 വോട്ടും കിട്ടും. ബി.ജെ.ഡിയിലെ 7-ഉം ബി.ആർ.എസിലെ 4-ഉം അകാലിദൾ, ഇസഡ്.പി.എം, വി.ഒ.ടി.ടി.പി എന്നിവയിലെ ഓരോ എംപിമാരും 3 സ്വതന്ത്രരും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. 7 എംപിമാരുടെ ഒഴിവുകളുണ്ട്. കൃത്യസമയത്ത് പാർട്ടി തീരുമാനമെടുക്കുമെന്ന് ബി.ജെ.ഡിയുടെ സസ്മിത് പത്രയും ബി.ആർ.എസിന്റെ കെ. സുരേഷ് റെഡ്ഡിയും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യം വിട്ട് ആം ആദ്മി പാർട്ടി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. വൈ.എസ്.ആർ കോൺഗ്രസും പിന്തുണ വാഗ്ദാനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുമെന്ന് ഹൈദരാബാദ് എംപിയും എ.ഐ.എം.ഐ.എം നേതാവുമായ അസദുദ്ദീൻ ഒവൈസിയും അറിയിച്ചിട്ടുണ്ട്. രഹസ്യ വോട്ടെടുപ്പായതിനാൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമെന്നാണ് ഇരുപക്ഷവും കരുതുന്നത്. പ്രതിപക്ഷം പരാജയപ്പെട്ടാലും തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വോട്ടായിരിക്കും ലഭിക്കുക. നേരത്തെ 2002-ൽ ഭൈരോൺ സിംഗ് ഷെഖാവത്തിനെതിരെ സുശീൽ കുമാർ ഷിൻഡെ 305 വോട്ട് നേടിയാണ് ഇതുവരെയുള്ള റെക്കോർഡ്. ഇത്തവണ എൻ.ഡി.എ സ്ഥാനാർത്ഥി 500 വോട്ട് മറികടക്കാൻ സാധ്യതയില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2022-ലെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നപ്പോൾ ജഗ്ദീപ് ധൻഖറിന് 528 വോട്ടും അദ്ദേഹത്തിന്റെ മുൻഗാമി വെങ്കയ്യ നായിഡുവിന് 516 വോട്ടുകളും ലഭിച്ചിരുന്നു. എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് ബി.ജെ.പി അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. പാർലമെന്റ് അനക്സിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഖെ നടത്തിയ അത്താഴ വിരുന്നിനിടെ മോക്ക് പോൾ ആസൂത്രണം ചെയ്തെങ്കിലും പിന്നീട് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. 2022-ൽ 15-ഉം 2017-ൽ 11-ഉം വോട്ടുകൾ അസാധുവായിരുന്നു. 1997-ലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 46 വോട്ടുകളാണ് അസാധുവായത്. ഇതാണ് അസാധു വോട്ടിലെ റെക്കോർഡ് എന്നും കാണാൻ സാധിക്കും.